ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുനീസ് ലഷ ടൈം. ഇന്ന് ഞാനൊരു നല്ല മാങ്ങാക്കറിയാണ് വെക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഊണിനൊരു മാങ്ങാക്കറിയാണ്. അത് ഞാൻ വീഡിയോ ആക്കി നിങ്ങൾക്ക് ഇട്ട് കഴിയാം കേട്ടോ. നല്ല മാങ്ങാക്കറി കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില 2 കണ്ടിട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് വലിയ മാങ്ങയാണ്, അത് കാരണം നമുക്ക് ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. 3 സ്പൂൺ കണ്ടോ, 8 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒന്ന് ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി ഐറ്റം അല്ലേ, അപ്പം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ചെനച്ച മാങ്ങയാണ് കണ്ടോ. ചെനച്ച മാങ്ങ വേണം മാങ്ങാക്കറിക്ക് എടുക്കാനായിട്ട്. എന്നാൽ അതിന് ചെനച്ചതാണെങ്കിലും പുളി മധുരമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടുള്ളൊരു മധുരമേ ഉള്ളൂ. പിന്നെ പുളിയും ഉണ്ട്, ഏറെ പുളിയും അല്പം മധുരം, അങ്ങനെയാണിത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിലർ മാങ്ങ കറി തേങ്ങ വറുത്തരച്ച് വയ്ക്കാറുണ്ട് മാങ്ങാക്കറി. പിന്നെ തേങ്ങ ഇല്ലാതെ വയ്ക്കാറുണ്ട്. പിന്നെ പച്ചത്തേങ്ങ അരച്ച് മാങ്ങാക്കറി വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് തേങ്ങയൊന്നും ചേർക്കാത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. മാങ്ങാക്കറി കായപ്പൊടിയൊക്കെ കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നല്ല ഇതാണ്. എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്കിതിനേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഈ പരുവത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ. ഈ പരുവത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പം നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് തിളപ്പിച്ച് നല്ല പരുവത്തിനെടുക്കാം കേട്ടോ.
വെച്ച് തിളപ്പിച്ച് വേവിക്കാം. നമ്മൾ ഉപ്പ് ചേർക്കാൻ മറന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിള വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ മാങ്ങാക്കറിയുടെ മണം വരാൻ തുടങ്ങി കേട്ടോ. മൂടി വെച്ച് നമുക്കിനി നന്നായിട്ട് വേവിച്ചിറക്കാം. നമുക്ക് മാങ്ങാക്കറി പാകമായോ എന്ന് നോക്കാം. ആഹാ, നല്ല കറി. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാം നല്ലതാണോ ചീത്തയാണോ. നല്ല കറിയാണ്. ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല, നല്ല മാങ്ങാക്കറി, നല്ല സൂപ്പർ മാങ്ങാക്കറി കേട്ടോ. അതെ, മാങ്ങ അധികം വെന്ത് പോയിട്ടില്ല. നന്നായിട്ട് കണ്ടോ, നല്ല കറിയാണ് കണ്ടോ. ഉണ്ട്